എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് ഇന്നോവ ക്രിസ്റ്റ വൈറ്റ് കളറാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് വൈറ്റ് കളർ. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വരുന്നത്. 2016 വരുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടോ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത് 2016 വരുന്നതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ്. നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, ബമ്പർ, ബോണറ്റ്, ഫ്രണ്ട് ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വരുന്നത്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ്, അതേപോലെ സൈഡിലെ ഗ്ലാസ്സുകളും എല്ലാം നമുക്ക് ഒറിജിനൽ, അതായത് അതിൻ്റെ സീല് കാര്യങ്ങൾ, കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോറിന് എക്സ്ട്രാ ഒരു കൈ പിടിക്കാൻ വേണ്ടി എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഡോറിൻ്റെ പഞ്ചിങ് ആയിക്കോട്ടെ, പേസ്റ്റിങ് ആയിക്കോട്ടെ, നമുക്ക് ഓരോന്നും എടുത്ത് കാണിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ റബ്ബർ കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ടൈറ്റിൽ തന്നെയാണ് റബ്ബർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു നല്ലൊരു വാഹനം. അതായത് ഈ സൈഡിലൊന്നും ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ബോഡി ലൈൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ബോഡി ലൈൻസ് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡെൻറ്റോ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൈഡിലെ മിറർ നല്ലൊരു കോസ്റ്റ് വരുന്നതാണ് നമുക്ക് ടൊയോറ്റയിൽ വരുമ്പം. അത് മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്നത് ചെക്ക് ചെയ്യണം. ഇത് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വേറെ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 90-95% ടയേഴ്സ് ഉണ്ട്. 4 ടയേഴ്സും 90-95% ഉണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ലൈറ്റ്, അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2.8Z, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഈ ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. വേറെ ലൈറ്റിലോ കാര്യങ്ങളൊക്കെ ഒന്നും ചേഞ്ച് ഇല്ല. അതായത് ഇന്നോവ ക്രിസ്റ്റ അതിൻ്റെ ലേബിലെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ എക്സ്ട്രാ അഡീഷണൽ ക്രാഷ് ഗാർഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ഡെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്, ചെറുതായിട്ട് മാത്രം. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം എല്ലാ ഗ്ലാസും അതേപോലെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ. എന്ന് വെച്ചാൽ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബോഡിക്കൊരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എക്സ്ട്രാ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടി എക്സ്ട്രാ ക്രോമ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, 90-95% ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഏകദേശം റീസെൻ്റ്ലി തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ഇത് ഫ്രണ്ടിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഓരോ ഗ്ലാസ് നമുക്ക് ആ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് തന്നെ പറയാം. സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ ഇതൊക്കെ അഡീഷണൽ ആഡ് ചെയ്തേക്കുന്നതാണ്. അതായത് ടോപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഡോഗ്സിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ചില വണ്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ഇനി ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 7 സീറ്ററിലാണ് വണ്ടി ഉള്ളത്. 7 സീറ്റർ, അതായത് സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി തന്നെ. അതായത് ഇന്ത്യയിലൊക്കെ വളരെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് ഇല്ലേ. അതായത് ബാക്കിലെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റ് അടക്കം വരുന്നതാണ്. 7 സീറ്റർ വണ്ടിയാണ് വരുന്നത്. 7 സീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് കാണുന്ന എഞ്ചിൻ റൂമാണ്. നമ്മൾ ഇപ്പോൾ എഞ്ചിൻ റൂമും അതേപോലെ ബോണറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒറിജിനലും ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടെ ഒന്നും ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്താണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തുരുമ്പ കാര്യങ്ങൾ, വണ്ടിക്ക് തുരുമ്പ കാര്യങ്ങൾ. ഈ വണ്ടിക്ക് തുരുമ്പ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര നല്ല ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഓരോന്നും ഷെയർ ചെയ്യുന്നത്. അതേപോലെ കിട്ടിയ ഒരു നല്ലൊരു വാഹനമാണ്. ഇതിൻ്റെ ബോണറ്റിലെ സീലും അതിൻ്റെ പഞ്ചിക്കും എല്ലാം കാണാൻ പറ്റും. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. താഴ്ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓരോന്നും, അതായത് ഓരോ പട്ടിയിലെ സീല്, കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ സൈഡും ഒരു വർക്കോ, അതായത് ഒരു ബോൾട്ടോ നെറ്റോ ഒന്നും അഴിച്ചതിൻ്റെ ഒരു വർക്ക് എടുത്തതിൻ്റെ ഒരു ലക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഒറിജിനൽ ഇതാണ്. അതായത് ചില വർക്കോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് എടുത്തില്ല. അപ്പം നമുക്ക് ജെന്യുവിനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുള്ള ഒരു നല്ലൊരു വാഹനമാണ് വരുന്നത്. 2016 വരുന്ന നല്ലൊരു വാഹനമാണ്. രജിസ്ട്രേഷനും മാനുഫാക്ചറും ചെയ്തേക്കുന്ന 2016 തന്നെയാണ്. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. സെക്കൻഡ് ഓണറിലാണ് വരുന്നത്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,30,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഹെവി ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പോൾ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,25,000 രൂപ മാത്രമേ ഉള്ളൂ. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പം
നിങ്ങൾക്കൊരു വൈറ്റ് കളർ ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക്കലി മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ത്രൂ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിക്ക് പോവുക, നമ്മളെ വിളിക്കുക. എന്ന് വെച്ചാൽ വരുന്നതിന് 1-2 ദിവസം പറയുക. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വണ്ടി തപ്പുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന 2-3 പാർട്ടികൾക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് തപ്പുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു 2-3 ദിവസം സമയം തരുവാണെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ പോയി ചെക്ക് ചെയ്ത് നിങ്ങളോട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അത്രയും ധൈര്യത്തിൽ പറയാൻ പറ്റും. പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന വാട്സപ്പിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ പലതിനും പല ടൈപ്പാണ്. അതായത് വണ്ടിയുടെ ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു 100% ജെനുവിൻ ആയിട്ടുള്ള വണ്ടികളാണ്. അതായത് നമുക്ക് ട്രസ്റ്റബിളായിട്ട് നിങ്ങൾ ഇപ്പോൾ ധൈര്യത്തോടെ കയറി വന്നാൽ ഇതിന് എന്ത് റീപ്ലേസ്മെൻറ്റ്, അതായത് ഒരു വണ്ടിക്ക് എന്താണ് കുഴപ്പം, എന്ത് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോ കാണിക്കുന്ന ഒരു റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത നല്ല നല്ല വാഹനങ്ങളാണ്. വാട്സാപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാത്ത വണ്ടികൾ കൂടുതലും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ലിസ്റ്റിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഹനം മേടിക്കാൻ പറ്റും. ചെറിയ വാഹനങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടില്ലെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഉടനെ ടോക്കൺ മണി ബുക്ക് ചെയ്തിട്ട് ടോക്കൺ മണി തന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലത്തുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.